ഇന്ന് നമുക്ക് കിട്ടിയ നൊത്തോലിയ. നമുക്കത് നൊത്തോലി കറി വയ്ക്കും. ഇത്രയും നൊത്തോലി വേണ്ട, കുറച്ച് മതി. പിന്നെ വാള നമുക്ക് പൊരിക്കാം. നൊത്തോലി കിട്ടിയിട്ടുണ്ട്. നമുക്ക് നൊത്തോലി പാതി എടുത്ത് കറി വയ്ക്കാം. ഇത്രയും കറിക്ക് വേണ്ട. വാള പൊരിക്കാം. പിന്നെ മാങ്ങയുണ്ട്. മാങ്ങ നമുക്ക് മാങ്ങാ പുളിശ്ശേരി ഉണ്ടാക്കാം. മുരിങ്ങയ്ക്ക് നൊത്തോലി ഇടാം. മാങ്ങാ പുളിശ്ശേരിക്ക് മാങ്ങ അരച്ച് വെച്ച് ഇനി നമുക്ക് തേങ്ങ ഇടാം. പുളിശ്ശേരി ഉണ്ടാക്കാം കേട്ടോ. തേങ്ങ ആവശ്യത്തിന് തേങ്ങ എടുക്കാം. നമുക്കിപ്പോൾ എത്ര തേങ്ങ വേണം അത്രയും തേങ്ങ എടുക്കാം. പിന്നെ മാങ്ങ ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. പുളി അനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. മാങ്ങ എങ്ങനെയാണ്. പിന്നെ ഇതാ കൊച്ചുള്ളി, മഞ്ഞപ്പൊടി വേണം കേട്ടോ. മഞ്ഞപ്പൊടി ഇടുക. ജീരകം, അങ്ങനെ ഇത്രയും കൂടി ഒന്ന് അരച്ചെടുക്കുക. അതിന് ശേഷം മാങ്ങ ഇട്ട് അരയ്ക്കാവും. തേങ്ങ താണ്ട ഇതേ കണക്ക് അരഞ്ഞേണ്ട. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയും, മാങ്ങ കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സിയിൽ അരയ്ക്കുക. അരച്ചതിന് ശേഷം നമുക്ക് ഉപ്പും എല്ലാം ഇട്ട് കടുവറക്കാം. നല്ലതുപോലെ അരഞ്ഞേണ്ട. ഇനി നമ്മൾ വെള്ളം ആവശ്യത്തിന് വെള്ളവും ഉപ്പും ഇട്ട് കടുവും വറുത്തൊഴിച്ചാൽ പുളിശ്ശേരി റെഡി. മാങ്ങാ പുളിശ്ശേരി ചൂടാക്കിയാണ് കേട്ടോ. ചൂടാക്കിയിട്ട് കടുവും കൂടി ഇട്ട് കൊടുത്താൽ മതി. ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. കടുവറുത്തൊഴിച്ചാൽ മാങ്ങാ പുളിശ്ശേരി അടിപൊളി. നമ്മുടെ പുളിശ്ശേരിക്ക് കടുവറുത്തൊഴിച്ച് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. നൊത്തോലി കറി വയ്ക്കുന്നുണ്ട് കേട്ടോ. മുളക് 3 എണ്ണം മുറിച്ച് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. മുരിങ്ങ വയ്ക്കാം. എന്നിട്ട് ഇത് അടച്ച് വെച്ച് തിളക്കട്ടെ. തിളച്ചതിന് ശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. തിളയ്ക്കുന്ന നമുക്ക് 2 പിണം പുളി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നൊത്തോലി ഇട്ട് കൊടുക്കാം. നൊത്തോലി ഇട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് തീ കുറച്ച് വയ്ക്കാം. അപ്പോൾ അവിടെ കിടന്ന് കറി പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഓക്കെ, പറ്റി നമുക്ക് ഇറക്കാം. കായ് മുരിങ്ങക്കയും ചേമ്പ് ഒരു ഉരുളൻകിഴങ്ങ് കൂട്ടും ഒരവിയിൽ വയ്ക്കാം. ഉപ്പും വെള്ളവും ഒഴിച്ചിട്ടുണ്ട്. അടുപ്പിലോട്ട് വയ്ക്കാം. ഒന്ന് വേവട്ടെ. അരച്ച് വെച്ചിട്ടുണ്ട്. തേങ്ങ, മഞ്ഞൾ, വെളുത്തുള്ളി, ജീരകം, ഇച്ചിരി മുളക് കൂടി അരച്ച് വെച്ചേക്കാണ്. അവിയൽ അരപ്പിട്ടിട്ടുണ്ട്. നമുക്ക് അടച്ച് വയ്ക്കാം. അതിൻ്റെ പച്ച മണമൊന്ന് മാറട്ടെ. കിടന്ന് പൊരിയട്ടെ. കാളയും നൊത്തോലി. ഇതിൽ നമുക്ക് കടു വറുത്തൊഴിച്ചിട്ടുണ്ട്. അരപ്പ് ഇട്ട് നമുക്കിനി ഇളക്കിയെടുക്കാം. കടു വേണമെന്നൊരു കടു വറുത്തൊഴിച്ചാൽ മതി കേട്ടോ. വേണ്ടാത്തവർക്ക് കുഴപ്പമില്ല. കടു വറുത്തില്ലെങ്കിലും അവിയൽ നല്ല ടേസ്റ്റാണ്. എന്തായാലും നമ്മൾ അവിയൽ റെഡിയായി. അരപ്പൊക്കെ അതിൽ കിടന്നൊന്ന് പച്ച മണമൊക്കെ മാറി അവിയൽ ആയി. മുരിങ്ങയ്ക്ക് എന്ന് വെച്ച അവിയലാണ്. പിന്നെ വാള പൊരിച്ചത്, നൊത്തോലി മുരിങ്ങയ്ക്ക് ഇട്ട് വെച്ചത്, പാവയ്ക്ക മെഴുക്ക് വരട്ടിയത്, പുളിശ്ശേരി. അങ്ങനെ ഇന്ന് നമുക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഉച്ചയ്ക്കത്തെ ഊണിന് പിന്നെ ചോറും. എല്ലാവരും വരെയും വിളിച്ചില്ലെന്ന് പറയരുത്.